ഈ ലീഗിൽ നിൽക്കുന്ന ഒരാൾ നമ്മൾ പറയുകയാണ് തിരിച്ചു വിളിക്കണമെന്ന് പറയണമെന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല എങ്ങനെ സംസാരിക്കേണ്ടതെന്നുള്ളത്. ആ ലൈൻ നമുക്കറിയില്ല. അപ്പോൾ ഞാൻ വളരെ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് കിട്ടാത്തപ്പം അവരുടെ അമ്മയുടെ പറയില്ലേ, ആൻറ്റി ഒന്ന് അവനോട് വിളിക്കാൻ പറയട്ടെ, ആ രീതിയിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പിന്നെ അവനെ വിളിക്കാൻ പറയാമെന്ന് പറയും. 2 ദിവസം പിന്നെ വീണ്ടും വിളിയില്ല. അപ്പോൾ എനിക്ക് എന്താണ്, ഞാൻ അപ്സെറ്റ് ആവും. ഞാൻ വിളിച്ചിട്ട് പിന്നെ എന്താ വിളിക്കാൻ എന്നൊക്കെ ഉള്ളൂ. ഞാൻ വീണ്ടും വിളിക്കും. അപ്പോൾ ഹരീഷ് ഫോൺ എടുക്കും. അത് സാറ് സോങ് റെക്കോർഡിങ്ങിന് പോയിരിക്കുകയാണ്. ഞാൻ ഹരീഷ് ഒന്ന് വിളിക്കാൻ വേണ്ടി പറയാം. വിളിക്കാൻ പറയാം. പിന്നെ വിളിക്കില്ല. പിന്നെ ഞാൻ അടുത്ത് വിട്ടേക്ക്. എനിക്ക് രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, വിടാൻ പറ്റുന്നില്ല. അപ്പോൾ അപ്പോഴത്തേക്ക് 2 ഓഡീഷൻ ആയല്ലോ. ഈ 2 ഓഡീഷനിൽ നിന്ന് എനിക്ക് ഒരു കാര്യം പിടുത്തം കിട്ടി. ഇതൊരു നല്ല കഥാപാത്രമാണ്. അതായത് പോസിറ്റീവും നെഗറ്റീവും കലർന്നൊരു കഥാപാത്രമാണ്. ചെയ്യണമെന്നുള്ളൊരു ഇതായി. പിന്നെ ഓണം വരാറായി. ഓണത്തിന് 2 ദിവസമേ ഉള്ളൂ. അപ്പം ഞാൻ അന്ന് വൈകുന്നേരം ഹരിയൻ സാറിനെ ഇന്നുകൂടെ വിളിച്ച് നോക്കാം. ഇന്ന് അദ്ദേഹം ഫോൺ എടുക്കാതിരിക്കുകയോ ഹരീഷ് എടുത്തിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ പിന്നെ വിളിക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ ഒരു ലാസ്റ്റ് ട്രൈ എന്നുള്ള രീതിയിൽ ഞാൻ വിളിച്ചപ്പം പുള്ളിയാണ് എടുത്തത്. അപ്പോൾ ഞാൻ ഹലോ സാർ, ഞാൻ സൈജു കുറുപ്പ്, ട്രിവാൻഡ്രം എയർടെൽ. പറ, എന്തൊക്കെയാണ്, എവിടെയാണിത്, ഒരു വിവരമില്ല. സാർ എന്താ സാർ ഈ പറയണത്? ഞാൻ സാറിനെ എത്ര പ്രാവശ്യം വിളിച്ചു. അപ്പോൾ സാറിൻ്റെ മറ്റേ അസിസ്റ്റൻറ്റ് ഹരീഷ് സാറ് പൂജയിലാണ്, ഇതാണ് സാറിൻ്റെ. ഞാൻ പറഞ്ഞായിരുന്നു പുള്ളിയുടെ എന്നെ തിരിച്ചു വിളിക്കാനുള്ളൂ. സാർ എന്നെ വിളിച്ചു പോലും ഇല്ലല്ലോ. അത് കുഴപ്പമില്ല. ഇപ്പം എന്താ വിളിക്കാൻ കാരണം? അതല്ല സാർ, അപ്പോൾ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കണേ. സാർ, ഞാൻ എയർടെൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടേ എനിക്കവിടെ നേരത്തെ ഇപ്പോൾ 1 മാസമൊക്കെ വേണ്ടി വരുമല്ലോ നമുക്ക് ലീവ്. അപ്പോൾ നേരത്തെ എനിക്ക് ഇവിടെ പറയേണ്ടി വരും. സാർ പെട്ടെന്ന് വിളിച്ചിട്ട് മറ്റന്നാൾ ഷൂട്ട് സ്റ്റാർട്ട് ആകുമെന്ന് പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ വരാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിന് നീ എന്തിനാ ലീവ് എടുക്കുന്നത്? ഞാനല്ലേ ഹീറോ? അല്ലല്ലോ, അങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നു. അല്ല, അങ്ങനെ പറഞ്ഞില്ല, പക്ഷേ എനിക്കങ്ങനെ തോന്നി. അല്ല, അത് ഞാനും ഷാജിയും കൂടെ പറയുമായിരുന്നു. നമുക്ക് ഒറ്റടിക്ക് ഡയലോഗ് പറയുന്ന ആൾക്കാരാണല്ലോ വേണ്ടത്. അവൻ സിംബിട്ടോണ്ട് നടന്നോട്ടെ, അതാണ് അവന് നല്ലത്. ഞാൻ സാർ, എനിക്കൊരു ചാൻസും കൂടെ തരാമോ? ചാൻസോ? ഞാൻ സാർ ഒരു പ്രാവശ്യം കൂടെ എന്നെ കൊണ്ടുവന്ന ഡയലോഗോ, ഞാൻ എത്ര വലിയ ഡയലോഗാണെങ്കിലും ഞാൻ ഒറ്റടിക്ക് പറയും. അറിയോ ഷുവർ? എന്നൊരു കാര്യം ചെയ്യും, സൺഡേ ചെന്നൈയിലേക്ക് വരാൻ പറഞ്ഞു. പിന്നെ ഞാൻ വൻ കോൺഫിഡൻ്റ് ആണ്.